ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ചിലരെങ്കിലും വയ്ക്കുന്നത്, ചിലരൊക്കെ ഇതുപോലെ ആയിരിക്കില്ല വയ്ക്കുന്നത്. അങ്ങനെ അല്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് ചിക്കൻ വേണം. ആവശ്യത്തിനുള്ള ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ അടുപ്പത്തോട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വശക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് ഈ സവാളയുടെ കളറൊക്കെ മാറി ഗോൾഡ് കളറാവണ വരെ നമുക്ക് ഇതിനെ ഒന്ന് വശക്കി എടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വശങ്ങി കിട്ടാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വശങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സവാള പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും രമ്പയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സവാളയിലെ കളറൊക്കെ മാറി നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുരുമുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ഇതെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. പച്ചയേക്കാളും കൂടുതൽ രുചി വറുത്തെടുത്ത് വയ്ക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 സ്പൂൺ മല്ലിപ്പൊടിക്ക് 2 സ്പൂൺ മുളക് പൊടി എന്ന കണക്കിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരി കുറച്ച് മതിയെങ്കിലോ എരി കൂടുതൽ വേണമെങ്കിലോ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡിലോട്ടും മസാല എത്തണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച മിക്സി ജാറിലോട്ട് വീഴ്ത്തി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്. അത് ചിക്കൻ വേകുമ്പോൾ ഊറി വന്നോളും. ഇടയ്ക്ക് മൂടി തുറന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വറ്റിച്ചെടുക്കുന്നില്ല ഞാൻ, അത്യാവശ്യം കറിയായിട്ട് തന്നെ വേണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.